നമസ്കാരം. കിലുക്കം സിനിമയിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രേവതി താമസിക്കുന്ന വീട്ടിൽ തിലകൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വെടികൊണ്ട് വീണ് ആശുപത്രിയിലായ ജഗതിയുടെ രംഗം നമ്മൾ ഓർമ്മയിലുണ്ടാവും. ജഗതിയുടെ വെടികൊണ്ട് കിടക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ആ നിമിഷം മുതൽ തുടങ്ങിയതാണ് KSRTCയെ നന്നാക്കാൻ. എങ്ങനെ നന്നാക്കും, ഏത് നന്നാക്കും എന്നൊന്നുമില്ല. മൂപ്പർക്ക് മൊത്തത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തത്തിലങ്ങ് പ്രഖ്യാപിച്ചു. അത് ഡ്രൈവിംഗ് ലൈസൻസും ബസ് കഴുകലും മുതൽ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് മര്യാദക്ക് നടന്നു പോകുന്ന ഈ ബസ് നിർത്തലാക്കുന്ന കാര്യത്തിൽ വരെ അങ്ങ് പ്രഖ്യാപനവും നടത്തി അങ്ങ് റെഡിയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ രണ്ടും കൽപ്പിച്ച് CPMലെ തന്നെ ഒരു വിഭാഗം രംഗത്ത് വരികയാണ്. CPM രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ തീരുമാനിച്ച മട്ടിലാണ് കാര്യങ്ങൾ. CPM നേതാവ് കൂടിയായ MB രാജേഷ് ഭരിക്കുന്ന തദ്ദേശ വകുപ്പിൻ്റെ കീഴിലുള്ള നഗരസഭകളുടെ മേൽനോട്ടത്തിലാണ് പല സ്ഥലത്തും ഇലക്ട്രിക്കൽ ബസ്, ഈ പറഞ്ഞ ബസ്സുകൾ നടപ്പാക്കാനുള്ള ആലോചനയുള്ളത്. തിരുവനന്തപുരത്ത് തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബസ് വാങ്ങിച്ച് നഗരസഭ അങ്ങോട്ട് KSRTC കൊടുത്തത്. അത് കൊടുത്ത് KSRTC അത് മര്യാദക്ക് നടത്തുകയാണ് വേണ്ടത് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഗണേഷ് കുമാറിൻ്റെ ബസ് നിർത്തലാക്കൽ പദ്ധതി പ്രഖ്യാപനം കേട്ട് ഇറങ്ങിത്തിരിച്ച മുൻനിരയിലെ നേതാവ് VK പ്രശാന്താണ്. വട്ടിയൂർക്കാവ് MLAയും മുൻ തിരുവനന്തപുരം നഗരസഭാ മേയറും കൂടിയായ ഇത്തരം കാര്യങ്ങളിൽ ബസ്, തിരുവനന്തപുരം നഗരസഭയുടെ ശുചീകരണം, ഇത്തരം കാര്യങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് മുന്നേറ്റം ഉണ്ടാക്കി നേതൃത്വം കൊടുത്ത് രംഗത്ത് വന്നിരുന്ന ആളാണ് VK പ്രശാന്ത്. ആ VK പ്രശാന്ത് ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ MLA ആണ്. നേരം വെളുത്ത് ഗണേഷ് കുമാർ അടുത്ത യുദ്ധത്തിന് ഇങ്ങനെ കോപ്പ് കൂട്ടുമ്പോഴാണ് VK പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രംഗത്തേക്ക് വന്നത്. തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ച് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായ മെയിൻ്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് KSRTC ചെയ്യേണ്ടത്. എന്നിട്ട് KSRTC ബസ്സിൻ്റെ ഒരു ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് മര്യാദക്ക് പണിയെടുത്താൽ മതി, ഇതിലേക്ക് ഇടപെടാൻ വരണ്ട. KSRTCക്ക് ഞങ്ങൾ ബസ് വാങ്ങിച്ച് നൽകിയിട്ടുണ്ട്, അത് ഓടിച്ച് ലാഭത്തിലാക്കുകയാണ് നിങ്ങളെ പണി, അതെടുത്താൽ മതി എന്നാണ് ഗണേശനോട് പറഞ്ഞത്. ആര്? VK പ്രശാന്ത്, മുൻ നഗരസഭാ മേയർ ഇപ്പോൾ MLAയുമായ VK പ്രശാന്ത് പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം CPMൻ്റെ MLA എന്നുള്ളതിലുപരി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് നയപരമായ തീരുമാനമാണ്. അത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്, അതിലുപരി LDFൻ്റെ നയപരമായ തീരുമാനമാണ്. ഇതേ KB ഗണേഷ് കുമാർ അംഗമായ LDF ഈ 5 വർഷത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്ന 2ാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ 1ാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിലൊക്കെ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുകയും ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. ആ പ്രകടന പത്രികയിൽ VK പ്രശാന്ത് മുതൽ MB രാജേഷ് മുതൽ പിണറായി വിജയൻ മുതൽ KB ഗണേഷ് കുമാർ വരെയുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ട് അത് നടപ്പാക്കാൻ. അല്ലാതെ താൻ ആ മുന്നണിയുടെ ഭാഗമാണ്, എന്തോ ഒരു പ്രകടന പത്രിക നടപ്പാക്കി അതിന് പകരം ഞാൻ മന്ത്രിയായ ഉടനെ ആ പ്രകടന പത്രിക അതിൻ്റെ വഴിക്ക് പോട്ടെ, ഞാനിത് കംപ്ലീറ്റ് നിർത്തലാക്കും എന്ന് പറഞ്ഞൊരു മന്ത്രി, ആ മുന്നണിയിലൊരു മന്ത്രി രംഗത്തിറങ്ങിയാൽ അതിൻ്റെ നൈതികത അല്ലെങ്കിൽ ആ പറയുന്നതിലെ അനൗചിത്യമാണ് VK പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് പ്രശാന്ത് പറയുന്നത് ഈ കാര്യം അങ്ങ് നടപ്പാക്കിയാൽ മതി, നിങ്ങളതിലൊന്നും ഇടപെടണ്ട, ഞങ്ങൾ ബസ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്, സ്മാർട്ട് സിറ്റി പദ്ധതി കിഫ്ബി ലോൺ വഴിയാണ് ബസ് വാങ്ങിച്ചു കൊടുത്തത്, അല്ലാതെ KSRTCൻ്റെ ഒന്നും ബസ്സല്ല, അത് ഗണേശ നിങ്ങളത് നടപ്പാക്കിയാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വരുന്നത്. കാർബൺ ന്യൂട്രൽ നഗരം എന്ന നയപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ നടപടികൾ നഗരസഭ നടപ്പിലാക്കി വരുന്നുണ്ട്. സോളാർ പദ്ധതികൾ, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാർബൺ ന്യൂട്രൽ നയം നടപ്പാക്കി വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിൽ നഗരസഭ 60 ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ സർവീസിനായി KSRTCക്ക് വാങ്ങി നൽകി. ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഈ സേവനം വിജയകരമായി തുടരുകയാണ്. 2ാം ഘട്ടം എന്ന നിലയിൽ 20 ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിൻ്റെ ഭാഗമായി 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയും വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ WRII
മുംബൈയും സംയുക്തമായി നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ ആൻഡ് റെസിലന്റ് ബിൽഡിംഗ് എന്ന പദ്ധതി നഗരപരിധിയിലുള്ള പ്രദേശങ്ങളിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാരെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു. ഇത്തരമൊരു പഠനം നടത്തി കർമ്മ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ. തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ്. അത് നടപ്പാക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും പദ്ധതികളുമായി നഗരസഭ ഭരണസമിതി മുന്നോട്ട് പോകും. നമ്മുടെ നഗരത്തെ കാർബൺ ന്യൂട്രലാക്കാനുള്ള പദ്ധതികളെ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ആര്യ രാജേന്ദ്രൻ പറയുന്നത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയൊരു നയമാണ്, ഗണേഷ് കുമാർ അതിൽ ഉൾപ്പെടുന്നതാണ്, ഇത് വ്യംഗ്യമായി പറഞ്ഞാണ്. അതുകൊണ്ട് KSRTCക്ക് ബസ്സൊക്കെ വാങ്ങിച്ച് നൽകിയിട്ടുണ്ട്, അത് ഓടിക്കുകയാണ് വേണ്ട വൃത്തിയിൽ. അങ്ങനെ നഗരസഭ മേയർ നിർദ്ദേശിക്കുന്ന പ്രകാരം നഗരസഭ ഈ അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്ന് മുക്തമാകാനുള്ള പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് വയ്ക്കുന്നത്. KSRTC വാങ്ങി നൽകിയ ബസ് മര്യാദയ്ക്ക് നടത്തിയിട്ട് ഈ മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാകണം എന്നുള്ളതാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കേരള കോൺഗ്രസ് ബിയുടെ മന്ത്രി ഒന്ന് നടപ്പാക്കേണ്ട കാര്യമല്ല എന്നാണ് ആര്യ രാജേന്ദ്രനും പറയുന്നത്. നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ ചെയ്തൊരു വീഡിയോയിൽ ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. ദീർഘവീക്ഷണമില്ലാതെ പെട്ടെന്ന് നമുക്കൊരു ഇമേജ് ഉണ്ടാക്കാനുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ അങ്ങ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ചും ലോകമാകെ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ബസ്സുകളിലേക്ക് അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നേരത്തെ പല ആളുകളും ആ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാറ്ററി എന്ന മലിനീകരണമുണ്ട്, അതിൻ്റെ എന്താണ് എത്ര കാലം നിൽക്കും എന്നുള്ളത് ഇതുവരെ തെളിയിച്ചിട്ടില്ല. 2 വീലർ ഒഴികെയുള്ള ഇലക്ട്രിക്കൽ വണ്ടികളുടെ ആയുസ്സും ചെലവും അതിൻ്റെ മറ്റ് പ്രത്യാഘാതങ്ങളും ഒന്നും പഠിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ തുടർ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഫ്യൂവൽ, അതായത് ഡീസൽ വണ്ടികൾ കൂടുതലായും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത് കംപ്ലീറ്റ് വിറ്റ് നമ്മൾ ഡീസൽ വണ്ടികൾ വരുത്തും എന്ന് പറയുന്ന അനൗചിത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇന്ത്യയുടെ തന്നെ പദ്ധതിയാണ്. ഇപ്പോൾ ഡൽഹി ഉൾപ്പെടെയുള്ള ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വരുന്ന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ഈ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ കൂടി തുടർച്ച എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതൊന്നും മനസ്സിലാകാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു 4 KSRTC ഡീസൽ ബസ് ഞങ്ങളിടാം, സ്വിഫ്റ്റ് ബസ് ഇലക്ട്രിക്കലുള്ളതൊക്കെ ഒഴിവാക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ അനൗചിത്യമാണ് നമ്മൾ പറയുന്നത്. അതൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് എന്നുള്ള ബോധമൊന്നുമില്ലാതെ 2.5 കൊല്ലം ഞാൻ ഭരിക്കാൻ പോകണം, ഈ 2.5 കൊല്ലം കൊണ്ട് ഇതൊക്കെ അങ്ങ് റെഡിയാക്കി മുന്നോട്ട് പോകാം എന്നുള്ള ഗണേഷ് കുമാറിൻ്റെ ധാരണ ചിലപ്പോൾ അത് ധാരണയാണോ ആവേശമാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഒരു കാലത്തും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വിധത്തിലാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉൾപ്പെട്ട മുന്നണി ഉണ്ടാക്കിയൊരു നയമാണ് ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് നേരത്തെ പോയ മന്ത്രീൻ്റെ തലയിൽ വെച്ചിട്ട് അങ്ങ് ഒഴിവാകാൻ പറ്റുമോ? ആൻ്റണി രാജുവിൻ്റെ കാലത്ത് ഇനി ഗണേഷ് പറയുന്ന പോലെ മോശമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കപ്പെടണം, നിർത്തലാക്കപ്പെടണം. അതിനപ്പുറത്ത് ഈ നയം അങ്ങനെയുള്ള ഒരു അഴിമതി ഇതൊന്നും കാര്യമില്ലല്ലോ. ഇത് ഇലക്ട്രിക്കൽ ബസ്സുകൾ കൂടുതലായി ഇറക്കണം എന്നുള്ളൊരു നയമാണ്. ഒന്നുകിൽ ആ നയം നിങ്ങൾ മുന്നണിയിൽ തന്നെ തീരുമാനിച്ച് തിരുത്തണം, ഇല്ലെങ്കിൽ ഇത് നടപ്പാവില്ല എന്നുള്ള തെളിവുകളോടുകൂടി പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിൽ നിന്ന് പിൻവലിയാണ്. ഇതൊരു പഠനമൊന്നുമില്ല, അതൊരു രാത്രി മന്ത്രി അതിൻ്റെ പിറ്റന്നാൾ മൂപ്പര് പറയുകയാണ് ഇതൊന്നും ശരിയാവില്ല, ഇത് കംപ്ലീറ്റ് അങ്ങ് അടിച്ചു മാറ്റും, ഞങ്ങൾ ഡീസൽ വണ്ടി ഇറക്കും എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പ്രായോഗികമായ ബുദ്ധിയില്ല നിലയിലേക്ക് പെരുമാറുന്ന തരത്തിലേക്ക് ഒരു മന്ത്രി മാറുന്നതിനുള്ള പരിമിതി അല്ലെങ്കിൽ മാറുന്നതിലുള്ള അനൗചിത്യം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് തദ്ദേശ വകുപ്പിൻ്റെ കൂടി കീഴിലുള്ള ഒരു നഗരസഭാ സംവിധാനം എന്നുള്ള നിലയിലാണ് ഈ കാര്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് നടപ്പാക്കുന്നത്. നമുക്കറിയാം 2023 ഈ കാര്യം MP രാജേഷാണ് പ്രഖ്യാപിച്ചത്. നഗരങ്ങളെ ഇങ്ങനെ മാലിന്യീകരണ വിമുക്തമാക്കുന്ന സംവിധാനത്തെക്കുറിച്ച് കൊച്ചി കൂടി അവരുടെ അടുത്ത പദ്ധതിയിലുണ്ടെന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അതിനപ്പുറത്ത് KSRTC മന്ത്രി ഉടനെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് തൻ്റേതാണോ ബസ് അല്ലെങ്കിൽ KSRTCയുടെ ആണോ ബസ്, തൻ്റെ വകുപ്പിൻ്റെ ആണോ ബസ് എന്ന ധാരണ പോലും ഇല്ലാതെ ഇത് മൊത്തത്തിൽ അങ്ങ് കെട്ടിപ്പൂട്ടി പറഞ്ഞേക്കും എന്നൊക്കെ പറയുമ്പോഴുള്ള അതിൻ്റെ മറ്റ് നൂലാമാലകൾ. ഒന്നാമത് പഴയ കാലമല്ല, നമ്മളൊരു വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പല്ല, എല്ലാ വകുപ്പുകളും കൂടി കണക്റ്റഡ് ആയ ഒരു ആധുനിക സംവിധാനത്തിൻ്റെ കാലമാണ്. അങ്ങനെയുള്ള സമയത്ത് KSRTC എന്ന് പറഞ്ഞാൽ KSRTC മാത്രമല്ലാതാവുന്ന KSRTC കീഴിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക് ബസ്സൊക്കെ ഓടുന്നത് KSRTC സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിലാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ശമ്പളം PF ഒക്കെ കൊടുത്ത് പോറ്റുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. കാരണം ഈ കമ്പനികളിൽ PF ശമ്പളമൊന്നുമില്ല, അത് കരാർ അടിസ്ഥാനത്തിൽ ഡെയിലി വേജസ് അടിസ്ഥാനത്തിലൊക്കെ നിയമിക്കുന്ന ആളുകളാണ്. നേരെ മറിച്ച് KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പ്രധാന കമ്പനിയിലല്ല ഇതൊന്നും പെടുന്നത്. അതുപോലും ആലോചിക്കാതെ ചിലപ്പോൾ യൂണിയൻ്റെ പിന്തുണയൊക്കെ കിട്ടുമായിരിക്കും ഗണേഷ് കുമാറിന്. കാരണം യൂണിയൻ്റെ കയ്യടി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട തീരുമാനം അദ്ദേഹം എടുത്തു. ഇപ്പോൾ കാക്കി യൂണിഫോം ഒരുപാട് കാലമായിട്ട് ഗണേശൻ്റെ കാക്കി യൂണിഫോം എടുത്തു കളയുന്ന സമയത്ത് യൂണിയൻകാരൊക്കെ വലിയ സമരത്തിനും പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയതാണ്. ഇപ്പോൾ ആദ്യം അതങ്ങ് തിരിച്ചു കൊടുത്തു. പിന്നെ ഈ ബസ്, ഈ ഇലക്ട്രിക്കൽ ബസ് യൂണിയൻ നമുക്കറിയാം സമരങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഈ ബസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട 2 ദിവസം ഓടിയില്ല. തിരുവനന്തപുരം നഗരത്തിൽ തടയുകയൊക്കെ ചെയ്തു, ഓഫാക്കുകയൊക്കെ ചെയ്തു, കയറിയിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. കാരണം ഈ ബസ് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അവർക്കറിയാം. ഇത് പല രീതിയിൽ പോകുന്നു. മാത്രമല്ല ഇലക്ട്രിക്കൽ ബസ്സുകളുടെ ഒരു വിഭാഗം ബസ്സുകളിൽ കണ്ടക്ടറില്ല, അപ്പോൾ തൊഴിലാളികൾ ഒരാളേ ഉള്ളൂ, അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമരമുണ്ട്. അതിനൊക്കെ അതിജീവിച്ചാണ് ഇത് നോർമലൈസ് ഒരു സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയത്. ഇതൊന്നും ആലോചിക്കാതെ, ചിലപ്പോൾ ആലോചിച്ചിട്ടായിരിക്കും ആദ്യം യൂണിയൻകാരെ കയ്യിലെടുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശമായിരിക്കും അദ്ദേഹത്തിനുള്ളത്. CMDയെ പോലെ ബിജു പ്രഭാകരനെ പോലുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, നേരത്തെ രാജമാണിക്യത്തെ പോലുള്ള ആളുകൾ അവിടെ ഇരുന്നിരുന്നു. അവരുടെയൊക്കെ പഠനം ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലാതെ ആൻ്റണി രാജു എന്ന് പറഞ്ഞ ഒരു മന്ത്രിനെ മാത്രം ലക്ഷ്യമിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തുമ്പോഴാണ് പ്രശ്നം. മാത്രമല്ല ഇതിൽ CPM തങ്ങളുടെ മുന്നണിയുടെ നയം എന്ന ബോധ്യത്തോടുകൂടി ഇടപെടാൻ തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ. VK പ്രശാന്തും ആര്യ രാജേന്ദ്രനും പറയുന്നത് വെറുതെയല്ല. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരോക്ഷമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്ന നിലയിൽ ഇന്നൊരു വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം വിശദീകരിച്ച് രംഗത്ത് വന്നിരുന്നു. ജനങ്ങൾക്ക് ഉപകാരമായതൊന്നും ഇല്ലാതാക്കില്ല എന്ന് ഗോവിന്ദൻ മാഷ് ആ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ പ്രസ്താവന നടത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തുമ്പോഴോ ഒക്കെ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. കാരണം സാധാരണക്കാർക്ക്, തിരുവനന്തപുരത്ത് സാധാരണക്കാർക്ക് വലിയ ഉപകാരപ്രദമായൊരു സംവിധാനമായിരുന്നു ഈ ബസ്. അതിൻ്റെ ലാഭനഷ്ടങ്ങൾക്കപ്പുറത്ത് കാര്യമായി തന്നെ ഉൾവഴികളിലൂടെ സഞ്ചരിക്കുന്ന ബസ്സുകൾ വലിയ സഹായകരമായ സംവിധാനമായി മാറിയിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കാലത്ത് ഒരു 3 മാസം മുന്നേ KSRTC പുറത്തുവിട്ട കണക്ക് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൽ പോലും നഷ്ടത്തിൻ്റെ ഒരു കണക്കല്ല, ലാഭത്തിൻ്റെ കണക്കാണ് പറഞ്ഞിരുന്നത്. എന്തോ ഗണേഷ് കുമാർ ഇന്നലെ വന്നപ്പോൾ ഉടനെ നഷ്ടത്തിലായി എന്നുള്ളതാണ് ഇതിൻ്റെ യാദൃശ്ചികത. KSRTCക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.